أعوذ بالله من الشيطان الرجيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ഏറെ പ്രിയം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സമൂഹങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ പല സമൂഹങ്ങളെയും കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ നമ്മളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. അത് ആ സമൂഹങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിക്കാനും ആ ചരിത്രം മനസ്സിലാക്കാനും മാത്രമല്ല, അതിലെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കൂടിയാണ്. ആദ് സമൂഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ആദ് സമൂഹം എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യയുടെയും യമൻ്റെയും അതിർത്തി പ്രദേശം, ആ ഭാഗത്ത് അഹ്കാഫ് എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നൊരു വിഭാഗമാണ്. ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നത് വളരെ ശക്തരായ, അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, അവരെപ്പോലുള്ളവർ എവിടെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അത്രയും ശാരീരികമായ കരുത്തുള്ള ബലമുള്ള സമൂഹമായിരുന്നു. വലിയ വലിയ പാറ കൊണ്ടൊക്കെ വീടുകളൊക്കെ നിർമ്മിച്ച സമൂഹം. ഹൂദ് നബി അലൈഹി ഇസ്ലാം അവരിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അതുപോലെ സമൂദ് എന്ന് പറയുന്നത് ആദിൻ്റെ മറ്റൊരു വിഭാഗമാണ്. ശരിക്കും ആദ് എന്ന് പറയുന്നത് നൂഹ് നബിയുടെ ഒരു നാലാമത്തെ ഒരു തലമുറയായിട്ട് വരും. നൂഹ് നബിയുടെ മകൻ സാം, അതുപോലെ തന്നെ ഔസ്, പിന്നെ ഇറം. ആ ഇറം വിഭാഗത്തിൻ്റെ തുടർച്ചയാണ് ആദ് എന്ന് പറയുന്നത്. സമൂദ് എന്ന് പറയുന്ന വിഭാഗം താമസിച്ചിരുന്നത് ഇപ്പോഴത്തെ മദീന പ്രൊവിൻസിലാണ്. സൗദി അറേബ്യയിലെ മദീന പ്രൊവിൻസിലെ അൽ ഉല എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇപ്പോഴും ആ സമൂഹങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ അവിടെ കാണാൻ കഴിയും. നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു സമൂഹം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലായി തവണ പരാമർശിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ബനു ഇസ്രയേൽ എന്നതാണ് ആ സമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ആയത്തുകളിൽ, പല സൂറത്തുകളിലായി അവരുടെ ചരിത്രം പറയുന്നുണ്ട്. അവരുടെ ചരിത്രം മാത്രമല്ല, അവർക്ക് സംഭവിച്ചത് എന്താണ്, വളരെ ശ്രേഷ്ഠമായ ഒരു സമൂഹമായിരുന്ന അവർ പിന്നീട് അവർക്കെന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ചരിത്രം, അതിലുള്ള സംഭവങ്ങൾ ഒക്കെ ഖുർആൻ പല സൂറത്തുകളിലായി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ധാരാളമായിട്ട് പല ആയത്തുകളിലും ബനു ഇസ്രായേൽ കടന്നു വരും. അപ്പോൾ ആരാണ് ഈ ബനു ഇസ്രായേൽ, എന്താണ് ആ സമൂഹത്തിൻ്റെ സവിശേഷത എന്നത് മനസ്സിലാക്കാൻ നമുക്ക് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവേണ്ടതുണ്ട്. എന്നതുകൊണ്ടാണ് ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു 3-4 എപ്പിസോഡുകൾ ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്രയേലിൻ്റെ മക്കൾ എന്നാണ്. ആരാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്? ഇസ്രയേൽ എന്ന് പറയുന്നത് അത് യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ്. ആരാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം? നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ 2 മക്കളിൽ ഒരാളാണ് ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം, മറ്റൊരാൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ ഇസ്ഹാക്ക് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക യൂസുഫ് നബി അലൈഹിസ്സലാമയെക്കുറിച്ചുള്ള കഥയിലൂടെയായിരിക്കും അല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബിയുടെ ഒരു മകനാണ്. 12 മക്കളായിരുന്നു യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നത്. ഈ യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ശരിക്ക് ഇസ്രയേൽ എന്ന് പറയുന്നത്. ഇസ്രയേൽ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം സെമിറ്റിക് ഭാഷയാണ്, പുരാതനമായ സെമിറ്റിക് ഭാഷ. സെമിറ്റിക് ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീബ്രു, അരാമിക്, അതുപോലെ തന്നെ അറബി ഒക്കെ ആ ഒരു സെമിറ്റിക് ഭാഷയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിലെ പുരാതന ഭാഷയാണ്. അതിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ഹീബ്രുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, ഇസ്ര എന്ന് പറഞ്ഞാൽ പോരാളി, അടിമ, അതുപോലെ ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, ദൈവത്തിൻ്റെ പോരാളി എന്നാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഖുർആൻ അത് പരാമർശിച്ചിട്ടുണ്ട് ആ പേര്. അപ്പോൾ യാക്കൂബ് നബിയുടെ മക്കൾ എന്നതാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന അർത്ഥം. അപ്പോൾ അവരിൽ നിന്ന് രൂപപ്പെട്ട ഒരു സമൂഹമാണ് ബനു ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹി സ്വലാമക്ക് 12 മക്കളുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ആര്? യൂസുഫ് നബി അലൈഹി സ്വലാം. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയുന്നത് കൊണ്ട് അത് ഞാൻ പറയുന്നില്ല. സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നതും, അവിടെ നിന്ന് പിന്നീട് യാത്രക്കാരിലൂടെ ഈജിപ്തിലെത്തുന്നതും, അവിടെ കൊട്ടാരത്തിൽ വളരുന്നതും, ജയിലിൽ പോകേണ്ടി വരുന്നതും, അങ്ങനെ ജയിലിൽ നിന്ന് പിന്നീട് വിമോചിക്കപ്പെട്ട് പിന്നീട് ആ നാടിൻ്റെ നേതാവായി, ഭരണാധികാരിയായി മാറുന്ന കഥയൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്കും അറിയുന്നതാണ്. ഏതായാലും യൂസുഫ് നബി അലൈഹി സ്വലാമക്ക് അവിടുത്തെ അധികാരത്തിൻ്റെ വലിയ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുകയും
അദ്ദേഹം ആ നാട്ടിൽ വലിയ ക്ഷേമം കൊണ്ടുവരികയും ചെയ്തു. പട്ടിണിയൊക്കെ മാറ്റാനുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ ചുറ്റുപാടുമുള്ള നാടുകളിൽ മുഴുവൻ പട്ടിണി പടർന്ന് പന്തലിച്ചപ്പോൾ ഈജിപ്തിൽ മാത്രം പട്ടിണി ഉണ്ടായില്ല. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ വലിയ ഇടപെടൽ കൊണ്ട് തന്നെ അവിടെ ജനങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാവുകയും അവർക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രമല്ല, പുറത്ത് നാടുകളിലൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാനായിട്ടും ഇവർക്ക് കഴിയാണ്. കാരണം യൂസുഫ് നബിയാണ് മറ്റുള്ള ആളുകളെ, വിശക്കുന്ന ആളുകളെ സഹായിക്കണമെന്ന ഇസ്ലാമിൻ്റെ അധ്യാപനം ഏറ്റവും മനോഹരമായി അദ്ദേഹം നടപ്പാക്കുകയാണ്. അങ്ങനെ ആണ് യാക്കൂബ് നബിയുടെ മറ്റു മക്കളൊക്കെയും ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരുന്നതും അവരെ യൂസുഫ് നബി അലൈഹിസ്സലാം തിരിച്ചറിയുന്നതും അങ്ങനെ ബിന്യാമീൻ എന്ന സഹോദരൻ അവിടെ പിടിച്ചു വെക്കുന്നതും അങ്ങനെ പിന്നീട് യൂസുഫ് നബിയാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയും അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്കെല്ലാം യൂസുഫ് നബിയോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അങ്ങനെ ഉപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമയെയും എല്ലാവരെയും സഹോദരങ്ങളെയും ഒക്കെ ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും അവിടെ താമസിപ്പിക്കുകയും ചെയ്യാണ്. അങ്ങനെ ആ മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഒരു സമൂഹം അവിടെ രൂപപ്പെടുകയാണ്. അവരാണ് ആര്? ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈജിപ്തിൽ ഒരു കാലത്ത് ബനു ഇസ്രായേൽ സമൂഹം യൂസുഫ് നബിയുടെ കാലത്തും അതിനുശേഷമൊക്കെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് അവർ മാറുകയാണ്. പക്ഷെ പിന്നീട് കാലക്രമേണ ഈജിപ്തിലെ ഭരണങ്ങൾ മാറി. അങ്ങനെ പിന്നീട് അവിടെ വരുന്നവരാണ് ഫറോവമാർ എന്ന് പറയുന്നത്. ഫറോവ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫിറഔൻ അല്ലെങ്കിൽ ഫറോവ എന്ന് കേട്ടവരായിരിക്കും. ഫറോവ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭരണാധികാരിയുടെ, ഒരു രാജാവിൻ്റെ പേരല്ല. ഫറോവ എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ഡൈനാസ്റ്റിയാണ്. അതായത് ഒരു രാജവംശമാണ്. നമ്മളിപ്പോൾ മുഗളന്മാർ എന്നൊക്കെ പറയാറില്ല ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഓരോ ഭരണകൂടങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ ചരിത്രത്തിലൊക്കെ പഠിക്കാറുണ്ട്. അതുപോലെ ഫറോവ എന്ന് പറയുന്നത് ഒരു രാജവംശമാണ്. അപ്പോൾ ഈ ഫറോവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്നത്തെ പുരാതന ഭാഷയിൽ ഫറോവ എന്ന ദ ഗ്രേറ്റ് ഹൗസ് എന്നാണ് അതിൻ്റെ അർത്ഥം. വലിയ വീട് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. ഏതായാലും ഈ ഫറോവമാർ പിന്നീട് അധികാരത്തിൽ വരികയും അവർ കാലക്രമേണ അവരുടെ വിഭാഗത്തെ, അവരുടെ സമൂഹത്തെ മാത്രം പരിഗണിക്കുകയും ഈ ബനു ഇസ്രായേൽ സമൂഹത്തെ അവഗണിക്കുകയും ചെയ്തു. അങ്ങനെ കാലങ്ങളായി ആ ബനു ഇസ്രായേൽ സമൂഹം അവഗണിക്കപ്പെടുകയും അവർക്കൊരു ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും അങ്ങനെ ആ സമൂഹം പതിയെ പതിയെ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ അവരിങ്ങനെ ദുർബലമായി വരികയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാമൊക്കെ ജനിക്കുന്ന കാലം വരുന്നത്. ആ കാലത്തുണ്ടായിരുന്ന ഫറോവ വളരെ ക്രൂരമായ നിയമങ്ങൾ നടപ്പാക്കിയ ആളാണ്. ഖുർആൻ അതിനെക്കുറിച്ച് സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ യസ്തളഇഫു ത്വാഇഫതം മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഖുർആൻ പറയുന്നത് ഫറോവ അഹങ്കാരിയായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? ഫറോവ ബനു ഇസ്രായേൽ സമൂഹത്തെ അല്ലെങ്കിൽ മൊത്തം സമൂഹത്തെ പല വിഭാഗങ്ങളാക്കി തിരിക്കുകയും എന്നിട്ട് ബനു ഇസ്രായേൽ സമൂഹത്തെ പീഡിപ്പിക്കുകയും ചെയ്തു. അതിലെ ആൺകുട്ടികളെ കൊല്ലുകയും അതുപോലെ പെൺകുട്ടികളെ മർദ്ദിച്ചൊതുക്കുകയും അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ സമൂഹത്തെ വലിയ അർത്ഥത്തിൽ മോശമാക്കുകയാണ് ചെയ്യുന്നത്. വലിയ അർത്ഥത്തിൽ അവരെ അധപ്പതിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ഫറോവ നടത്തുകയാണ്. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാം പിറക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം പിറക്കുന്ന വർഷം, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വളരെ ക്രൂരമായൊരു നിയമം ഉണ്ടായിരുന്നു. ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്നവർ ആൺകുട്ടികളാണെങ്കിൽ അവരെ കൊന്നുകളയണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അത് ഒരു വർഷം പിറക്കുന്ന ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും അടുത്ത വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയുകയും. അതുകൊണ്ടാണ് മൂസാ നബിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഹാറൂൻ നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന് ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അദ്ദേഹം വളരുന്നുണ്ട്. അതേസമയം മൂസാ നബി ജനിക്കുന്നത് കൊല്ലണം എന്ന് കൽപ്പിക്കപ്പെട്ട ഒരു വർഷത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാമയെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ ഒരു പെട്ടിയിലാക്കി ഒഴുക്കുകയും അങ്ങനെ അത് ഫറോവയുടെ പത്നിയായ ആസിയ ബീവിക്ക് ലഭിക്കുകയും അങ്ങനെ അവർ അദ്ദേഹത്തെ എടുത്ത് കൊട്ടാരത്തിൽ വളർത്തുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ വളരുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ വളർന്നു. പിന്നീട് പല ചരിത്രങ്ങളും നമുക്കറിയാവുന്നതാണ്. ആ ഘട്ടത്തിൽ ബനു ഇസ്രായേൽ സമൂഹം, ഇത് മൂസാ നബിയുടെ സമൂഹം എല്ലായിടത്തും ആക്രമിക്കപ്പെടുന്നവരായിരുന്നു. യുവാവായി മാറിയ മൂസാ നബി
ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളെ ഈ ഫറോവയുടെ ഭരണകൂടത്തിൽപ്പെട്ട വിഭാഗത്തിലുള്ള ഒരാൾ തല്ലുകയാണ്, അടിക്കുകയാണ്, പല രൂപത്തിൽ മർദ്ദിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം തടയുന്നതിൻ്റെ ഇടയിൽ ആ അക്രമിയായ ആളെ ഒരു അടി വെച്ച് കൊടുക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഇത് പിന്നെ വലിയ അർത്ഥത്തിൽ പ്രശ്നമാവും. സ്വാഭാവികമായിട്ടും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പ്രശ്നമാവും. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ നാട് വിട്ടുപോയി മൂസാ നബി അലൈഹി സ്വലാം പിന്നീട് എത്തിച്ചേരുന്ന ഇടത്ത് ചില സംഭവങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു കിണറ്റിന് ചുറ്റും കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. അപ്പുറത്ത് കുറച്ച് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, 2 പെൺകുട്ടികളും. അപ്പോൾ അവരോട് ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ മാറിയിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പ വളരെ പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇവിടെ വന്ന് വെള്ളം എടുക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ കിണറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ കാണുങ്ങളൊക്കെ എടുത്ത് പോയതിന് ശേഷമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഞങ്ങളതിന് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. മൂസാ നബി നല്ല ശക്തനാണ്, കരുത്തനാണ്. മൂസാ നബി വേഗം പോയിട്ട് ആളുകളൊക്കെ മാറ്റി വെള്ളമൊക്കെ എടുത്ത് അവർക്ക് കൊടുത്തു. അങ്ങനെ വെള്ളം കൊടുത്ത് അവരത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഉപ്പനോട് കാര്യം പറഞ്ഞു. ഒരു യുവാവ് വന്നിരുന്നു, ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടിയെ വിട്ടു, ആ യുവാവിനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ മൂസാ നബിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ മൂസാ നബി അവർക്ക് ഇഷ്ടപ്പെടുകയും തൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും അങ്ങനെ കുറേ വർഷങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പിന്നീട് ഏതാനും വർഷങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. പിന്നീട് അവിടെ നിന്നുള്ള മടക്കയാത്രയിലാണ് മൂസാ നബി അലൈഹി സ്വലാമക്ക് നുബുവത്ത് ലഭിക്കുന്നതും അങ്ങനെ ഒരു നബിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബിയെ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. അവിടെ മുതൽ പിന്നെ മൂസാ നബിയുടെ അടുത്ത ഒരു ഘട്ടം, ചരിത്രത്തിൻ്റെ അടുത്തൊരു ഘട്ടം ആരംഭിക്കുകയാണ്. ബനു ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും ഒരു സുപ്രധാനമായ ഘട്ടമാണ് പിന്നീട് തുടങ്ങാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.